Good morning. Good morning, Miss. Morning, Miss. Good morning, Miss. Good morning. Good morning, Miss. Good morning. Good morning. എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. Video on. വീഡിയോ ഓണാക്കത്തവരോടാ പറഞ്ഞത്. ഞാൻ ഓണാക്കിയില്ല. ഓണാക്കിയവരും മിണ്ടരുത്. ഓണാക്കാത്തവരോട് ഞാൻ ഓണാക്കാൻ വേണ്ടി പറഞ്ഞതാ. റെഡിയല്ലേ? ഒരു പ്രാവശ്യം മാത്രം പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. Present type ചെയ്യട്ടെ. ഒറ്റ പ്രാവശ്യം ടൈപ്പ് ചെയ്യണ്ട കേട്ടോ. ഒരു പ്രാവശ്യം മാത്രമേ പ്രസന്റ് ടൈപ്പ് ചെയ്യരുത്. ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. അതുൽ കെ വി. പുതിയ ആരോ ജോയിന്റ് ആയിട്ടുണ്ടല്ലോ. എന്താ രാമൃഗ? നമുക്ക് സജിത മിസ്സേ, എന്റെ പ്രസന്റ് പേസ്റ്റ് ആയത് അത് 2 വട്ടം പോയി. അതേ 2 തവണ പോയത്. ഒരു തവണയല്ലേ പോണ്ടു. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. ആർ യു റെഡി? നിങ്ങൾ കഴിഞ്ഞ ഏതെങ്കിലും ക്ലാസ്സിൽ ആബ്സെന്റ് ആയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ്സിലെ? ഇന്ന് നിങ്ങൾക്ക് വേറെ ക്ലാസ് ഉണ്ടായിരുന്നോ? 9 മണിക്ക് അറബിക്കിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അറബിന്റെ ക്ലാസ്. വേറെ ഏതെങ്കിലും സബ്ജക്ട് വേറെ ഏതെങ്കിലും സബ്ജക്ട് ഉണ്ടായിരുന്നോ ക്ലാസ്? ഇല്ല. ഇല്ല. ഇന്ന് വേറെ ഇല്ല. ഓക്കെ. ഇന്നലെ ഏതെങ്കിലും സബ്ജക്ട് ഏതെങ്കിലും ക്ലാസ്സിൽ എടാ മിസ് പറയാൻ വിടറ. നിങ്ങൾ മ്യൂട്ടാക്കി വെച്ചേ. മിസ് ചോദിക്കാൻ മാത്രം ആൻസർ പറഞ്ഞാൽ മതി. നിങ്ങൾ ഇന്നലെ ഏതെങ്കിലും ക്ലാസ്സിൽ ആബ്സെന്റ് ആയിട്ടുണ്ടെങ്കിൽ അവര് ലീവ് അതായത് ഇൻഫോം ചെയ്തിരുന്നോ ഏതെങ്കിലും മിസ്സിനെ? ലീവ് ഉള്ളവള് ഏതെങ്കിലും ക്ലാസ്സിന് ലീവ് എടുത്തവര് ആ ടീച്ചേഴ്സിനെ ഇൻഫോം ചെയ്തില്ല എങ്കിൽ നിർബന്ധമായും അടുത്ത ദിവസം ക്ലാസ്സിൽ കയറുന്നതിന് മുന്നേ ലീവ് ലെറ്റർ ആർക്ക് അയക്കണം? MD സാറിന്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നോ. എല്ലാരും ഇൻഫോം ഓക്കെ ഇൻഫോം ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ റെഡി. സായി കൃഷ്ണ പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. ചെക്കാവുന്നുണ്ടാവണേ. എനിക്ക് എന്തെങ്കിലും കുഴപ്പമായിരിക്കും മോളെ. ഇപ്പൊ ഓക്കെ അല്ലേ അവണി? ക്യാൻ യു ഹിയർ മീ അവണി? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതാ ലെസൺ എടുത്തത്? അമൂല്യ ധരോഹ അല്ലേ? ആ ലെസൺ കഴിഞ്ഞോ? നമ്മുടെ ആ ചാപ്റ്റർ കഴിഞ്ഞോ? കഴിഞ്ഞു അല്ലേ? നിങ്ങൾ എല്ലാരും വായിച്ചോ ആ ലെസൺ? യെസ്, എല്ലാരും വായിച്ചിട്ടുണ്ട്. ആ പാഠഭാഗത്തിൽ എന്തായിരുന്നു പറഞ്ഞത് ഓർമ്മയുണ്ടോ? മരങ്ങളെ കളയാതെ മരങ്ങളെ നട്ടുപിടിപ്പിക്കണം. മരങ്ങളെ മുറിച്ചു കളയാതെ നമ്മൾ എന്ത് ചെയ്യണം? മരങ്ങളെ സംരക്ഷിക്കണം. അതുപോലെ തന്നെ മരങ്ങൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മുറിച്ചു കളയാൻ പാടില്ല. എന്താ കാരണം? മുറിച്ചു കളഞ്ഞാൽ മരങ്ങളില്ലേ നമുക്ക് എന്താ സംഭവിക്കുക? മഴയുണ്ടാവില്ല. നമുക്ക് നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ തണലുണ്ടാവില്ല. എല്ലാം ഓക്കെ. അപ്പൊ മക്കളെല്ലാരും വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എല്ലാരും വീഡിയോ ഓൺ ചെയ്ത്. ഷിസ ആൻഡ് ഷഹാന വീഡിയോ ഓഫ് ചെയ്യല്ലേ ക്ലാസ് കഴിഞ്ഞത് വരെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ആരും ആബ്സെന്റ് ആയിട്ട് പറയാതെ ആരും ഇൻഫോം ചെയ്യാതെ ആരും ക്ലാസ്സിൽ കയറരുത്. അവരെന്തായാലും ലീവ് ലെറ്റർ അയക്കണം. അതിനുശേഷം ക്ലാസ്സിൽ കയറാൻ പാടുള്ളൂ. ടേക്ക് ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 15. നമുക്ക് അതിന്റെ വർക്കുകളല്ലേ ഇനി പറയേണ്ടത്? യെസ്. വേർഡ് മീനിങ് നിങ്ങൾ നോട്ടിലേക്ക് എടുത്തെഴുതുക. സമാനാർത്ഥി ശബ്ദ മുഹാവരെ അതാ ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് തന്നെ നോട്ടിലേക്ക് എടുത്തെഴുതുക. എല്ലാവരും നോട്ട് അയച്ചു തരണേ. വീണ്ടും പറ. ഷിസ, ഫാത്തിമ,
നോട്ട് കംപ്ലീറ്റ് ആണോ ഇതുവരെ ഉള്ളത്? മിസ്സേ മുഹാവരം എന്ന് പറഞ്ഞ പഴഞ്ചൊല്ല് എന്ന് പറയും. ശൈലികള് ഹിന്ദിയിലെ ശൈലികളാണ് ഈ മുഹാവര. ഓക്കെ, അതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു തരുമോ? ഇപ്പൊ ടെസ്റ്റിലുള്ളതിന്റെ. പറഞ്ഞുതരാം. ഷിസ ഫാത്തിമ, ക്ലാസ് ഇതുവരെ ഉള്ളതെല്ലാം കംപ്ലീറ്റ് ആണോ ഷിസ? Grace, why are you late? Grace, good morning. Why are you late? എനിക്ക് കുറച്ചു പേര് ഇതുവരെയുള്ള വർക്കുകൾ എഴുതി അയച്ചു തരാനുണ്ട്. ഞാനൊരു പേര് ഇപ്പൊ പറയുന്നില്ല, അറിയാലോ നിങ്ങൾക്ക് തന്നെ. മിസ്സിന് അയച്ചു തരാത്തവരെ 2 പാഠം മുഴുവനും നിങ്ങൾ ഇതുവരെയുള്ളത് അയച്ചു തന്നിരിക്കണം. മൂന്നാമത്തെ വർക്കുകളാണ് മിസ് ഇപ്പൊ പറഞ്ഞത്. മിസ് പറയുമ്പോ ക്ലാസ്സിൽ തന്നെ ശ്രദ്ധിക്കുക. 3ാമത്തെ ലെസണിന്റെ വർക്കുകളാണ് മിസ് ഇപ്പൊ പറയുന്നത്. അത് ഇന്ന് തന്നെ എഴുതിട്ട് മിസ്സിന് അയച്ചു തരിക. വൈകുന്നേരം ഒരു 5 മണിക്ക് മുന്നേ അയച്ചു തരിക. ഇന്ന് തന്നെ 3ാമത്തെ ലെസൺ. ഓക്കെ, എല്ലാവരും റെഡി ആവണേ. അതായത് 3 പാഠങ്ങൾ നിങ്ങളുടെ നോട്ടിലും ടെക്സ്റ്റിലും കംപ്ലീറ്റ് ആവണം. നിങ്ങൾ അവിടെ നോട്ട് എഴുതി എന്ന് പറഞ്ഞാൽ പോരാ, മിസ്സിന് നിർബന്ധമായും അയച്ചിരിക്കണം. ഏഞ്ചല്, ജിസ, ഫാത്തിമ, ഗ്രേസ്, ഇങ്ങനെ കുറച്ച് പേരുണ്ട്. അവരുടെ പേര് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. കുറച്ച് പേരുണ്ട് കോപ്പി റൈറ്റിംഗ്, നോട്ട്ബുക്ക്, ടെക്സ്റ്റിലെ വർക്കൊക്കെ എഴുതി അയച്ചു തരാൻ വേണ്ടിയിട്ട്. കേട്ടല്ലോ? എന്നാ ഒരു കാര്യം വേഗം പറ. മിസ് ഒരു കാര്യം പറയുമ്പോ നിങ്ങൾ ഇടയ്ക്ക് ഒരു പറയല്ലേ. നോട്ട് കംപ്ലീറ്റ് ആക്കാത്തവര് ജിസ, ഗ്രേസ്, ഏഞ്ചൽ, ഇങ്ങനെ കുറച്ച് പേരുണ്ട്. അതായത് മുഴുവനായിട്ട് അയച്ചു തരുന്നില്ല. ഒന്നുകിൽ കോപ്പി റൈറ്റിംഗ് ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ നോട്ടില് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവില്ല, വേർഡ് മീനിങ് ഉണ്ടാവില്ല, അങ്ങനെ. അപ്പൊ നിർബന്ധമായും 3ാമത്തെ ലെസൺ ഇപ്പൊ പറഞ്ഞ വർക്ക് അടക്കം അയച്ചു തരും. പറ മുഹമ്മദേ, ക്ലാസ് ടൈമാ പോകുന്നത്. വേർഡ് മീനിങ് ഇല്ലേ മിസ്സേ? വേർഡ് മീനിങ് ഉണ്ട്, പക്ഷേ അതില് കൊറേ എഴുതാറുണ്ടല്ലോ. അതെല്ലാം എങ്ങനെയാ എഴുതേണ്ടത്? ഞാൻ എത്ര തവണ പറഞ്ഞു അത്. ഹിന്ദി എഴുതുക, അതിന്റെ ഇംഗ്ലീഷ് മീനിങ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇപ്പൊ ഞാൻ കുറെ തവണ പറഞ്ഞതല്ലേ. വേർഡ് മീനിങ്ങിന് ഔഷധിയാന്ന് എഴുതുക, മെഡിസിൻസ്. നിങ്ങൾക്ക് എക്സാമിനും അങ്ങനെ തന്നെ. ഗ്രേസ് വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓഫ് ചെയ്ത് ഒരാൾ ഇരിക്കില്ലേ ക്ലാസ്സിലെ? പേജ് നമ്പർ 15 എടുക്കുക. ശബ്ദാർത്ഥ വേർഡ് മീനിങ് അത് നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോ ഹിന്ദി എഴുതുക, അതിന്റെ ഇംഗ്ലീഷ് മീനിങ് എഴുതുക. സമാനാർത്ഥി ശബ്ദം എന്ന് പറഞ്ഞാല് പര്യായ പദം. ഗ്രേസ് ആരോട് സംസാരിക്കുന്നേ? ക്ലാസ്സിലല്ല. ആരാ എന്റെ കൂടെ? കേട്ടുണ്ടോ? പിന്നെ ആരാ? ജുവാനയാണോ? പിന്നെ ആരാ? നീ ആരോടെ സംസാരിക്കുന്നേ? ജനലിനോടാ? വിൻഡോനോടാണോ സംസാരിക്കുന്നത്? ഓക്കെ, ക്ലാസ് പറയുമ്പോൾ ശ്രദ്ധിക്കേ. സമാനാർത്ഥി ശബ്ദം എന്ന് പറഞ്ഞാൽ പര്യായ പദങ്ങള്. പേട്, വൃക്ഷ്, തരു. ഉപകാർ, ഹിത്, ബലായി. വർഷ, ബർസാത്ത്, ബാരിഷ്. അൻമോൽ, ബഹുമൂല്യ, കീമത്തി. ഗുസ്സ, ക്രോധ്, രോഷ്. ധരോഹർ, അമാനത്ത്, ധാത്തി. മുഹാവര എന്ന് പറഞ്ഞാല് ഹിന്ദിയിലെ ശൈലികൾ എന്ന് പറഞ്ഞാല്. ജോസി, വയ്യാറില്ലേ? തോന്നുമ്പോ ക്ലാസ് കയറല്ലേ? മിസ്, അത് ക്ലാസ് കിട്ടിയില്ലായിരുന്നു. ഞാന് ലിങ്കിൽ കയറി കഴിഞ്ഞപ്പോ ട്രൂ ലൈറ്റ് ഇംഗ്ലീഷ് സ്കൂൾ പേഴ്സണൽ മീറ്റിംഗ് റൂം ഒക്കെ അങ്ങനെ കാണിച്ചു. കുറെ നേരം കഴിഞ്ഞ് ഞാൻ പിന്നെ ലീവ് അടിച്ച് കയറി, കിട്ടിയില്ല. എന്നിട്ട് ഇപ്പൊ കയറിയപ്പോ കിട്ടുക. ഓക്കെ, മുഹാവരെ ശൈലികള്. ആംഖേം ബർ ആന എന്ന് പറഞ്ഞാല് കണ്ണ് നിറഞ്ഞു പോവുക. അതിന്റെ ശരിയായ മീനിങ് എന്താണ്? ആംഖോമേം ആംസു ആജാന, ദുഃഖി ഹോജാന, ദുഃഖിതനാവുക. കണ്ണില് വെള്ളം നിറയാന്ന് പറഞ്ഞാൽ ദുഃഖമാവുക തന്നെയല്ലേ, സങ്കടപ്പെടുക തന്നെ. അപ്പിനെ പൈരോപ്പർ കുൽഹാടി മാറണ, തന്റെ കാലിൽ തന്നെ മഴുവെടുത്ത് ഇടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആപത്ത് വലിച്ചു വെക്കുക. ഗുദ് അപ്പനാൻ നുക്സാൻ കർലേന, സ്വയം തന്നെ ആപത്ത് ക്ഷണിച്ചു വരുത്തുകയാണ് നമ്മൾ എന്ത് പറയാ? മൂലക്ക് കിടക്കുന്ന മഴുവെടുത്ത് തന്റെ കാലിലിടുക എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ശൈലികള്. അത് നിങ്ങളെ ശബ്ദാർത്ഥ കൃത്യമായിട്ട് മിസ് പറഞ്ഞത് കൃത്യമായിട്ട് ക്ലാസ്സിലിരുന്ന് കേൾക്കണം.
വീട്ടിലെ ഒരാളോട് നിങ്ങൾ സംസാരിക്കേണ്ട. മിസ് പറഞ്ഞ ക്ലാസ് കഴിയുന്നത് വരെ ഒറ്റൊരാൾ അടുത്തിരുന്നോട് സംസാരിക്കാൻ പാടില്ല. വേറൊരു കാര്യം, മിസ് പറയുന്നത് എന്താണോ അത് കൃത്യമായി നോട്ടിലും ടെക്സ്റ്റിലും എഴുതി മിസ്സിന് അയച്ചേ പറ്റൂ. ഒരാൾ ഇങ്ങനെ ഉഴപ്പാൻ വിടൂല. ക്ലാസ്സിന്റെ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആണ്. ഓക്കെ, അത് ഇന്നാളെ എനിക്ക് അതൊന്നും പറ്റില്ല, ഞാൻ കുറച്ച് മണിക്ക് നടക്കാന്നുള്ള ഒരു ധാരണയും വേണ്ട. ഇപ്പൊ പറയുന്നത് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ അയച്ചു തരുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഇടയ്ക്ക് വിട്ടു പോയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സ്റ്റാറോ ഒന്നും തരില്ല. നിങ്ങൾക്ക് സ്റ്റാറോ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾ ഉറപ്പിക്കേണ്ടു എന്ത് നിങ്ങൾ എഴുതിയ നോട്ട്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ വർക്ക് അല്ലെങ്കിൽ കോപ്പി റൈറ്റിംഗ് എല്ലാം കൂടി കംപ്ലീറ്റ് ആണെന്നുള്ളത്. മിസ് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അതിന്റെ കൂടെ അയക്കും. ഒന്നുകിൽ അഭിനന്ദനം അറിയിച്ച ട്രോഫിയോ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ സ്റ്റാറോ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തന്നിരിക്കും. അത് നിങ്ങൾക്ക് എഴുതിയവർക്ക് മനസ്സിലാവും അല്ലെ? ലക്ഷ്മിക്ക് അറിയാലോ, ലക്ഷ്മി ഹന്ന റോസ് അല്ലെ, സ്ഥിരമായിട്ട് അയക്കുന്ന എല്ലാ കൃത്യമായ വർക്കുകൾ ചെയ്യുന്ന എഡ്മിൻ, അങ്ങനെ അത് ഇവർക്കൊക്കെ അറിയാം എന്താണ് സ്റ്റാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മിസ് അതിന്റെ കൂടെ അയക്കാറുണ്ട്. അങ്ങനെ ഗിഫ്റ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾ ഉറപ്പിക്കാൻ പാടുള്ളൂ എന്ത് നിങ്ങളുടെ നോട്ട് കംപ്ലീറ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ മനസ്സിൽ തീർത്ത് ഉറപ്പിച്ചോ നിങ്ങളുടെ നോട്ട്സോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ വർക്കോ അല്ലെങ്കിൽ കോപ്പി റൈറ്റിങ്ങോ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യാ, കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, മറന്നുപോയത്. ഇപ്പൊ മിസ് പറഞ്ഞത് ഈ പാഠഭാഗത്തിലെ പേജ് നമ്പർ 15 വേർഡ് മീനിങ്, സമാനാർത്ഥി ശബ്ദ, മുഹാവര്, ഇവ മൂന്നും നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതുക. ഓക്കെ, ക്ലിയർ ആയി കേട്ടല്ലോ? നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതുക. ഓക്കെ, എഴുതിയവര് അവിടെ വെച്ചേക്ക്, എഴുതാത്തവര് എഴുതിയാൽ മാത്രം പോരാ, മിസ്സിനെ അയച്ചിരിക്കണം. ഞാൻ നിങ്ങളോട് ഓരോരോ മാസവും ചോദിക്കും നിങ്ങൾക്ക് എത്ര ചോക്ലേറ്റ് അല്ലെങ്കിൽ എത്ര നിങ്ങൾക്ക് ട്രോഫി കിട്ടിയെന്ന്. ഒന്നും കിട്ടാത്തവരെ പിന്നെ അടുത്ത ഒക്ടോബർ മാസം മുതൽ നിങ്ങളെ ഞാൻ ക്ലാസ്സിൽ എത്തൂല. ഇതുവരെ കിട്ടാത്തവരുണ്ട് ഈ ക്ലാസ്സിൽ, സ്റ്റാറോ അല്ലെങ്കിൽ ട്രോഫി ഒന്നും ലഭിക്കാത്തത് ഈ ക്ലാസ്സിലുണ്ട്. അവരെ ഞാൻ ഈ മാസം കൂടെ നോക്കും. എന്നിട്ട് ഞാൻ അടുത്ത മാസം ഒക്ടോബർ മുതൽ നിങ്ങളെ ഞാൻ എന്റെ സ്വന്തം തീരുമാനം അത് നിങ്ങളെ ക്ലാസ്സിൽ കയറ്റില്ല. ഓക്കെ, അടുത്ത ഡിറ്റേഷൻ വേർഡ് വിനയപൂർവക്, കുൽഹാടി, പ്രദൂഷൺ, പര്യാവരൺ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഗ്ലോബൽ വാർമിംഗ്, സംരക്ഷൺ. ഇവ ഡിറ്റേഷൻ വാക്കുകളാണ്. കോപ്പി റൈറ്റിംഗിലേക്ക് ഇതിൽ നിന്ന് എടുത്തെഴുതുക, എന്നിട്ട് ഒരു പേജ് എഴുതുക. ബാക്കിയുള്ളവ നിങ്ങൾ റഫ് നോട്ടിൽ എഴുതി പഠിക്കുക. അടുത്ത നെക്സ്റ്റ് ഓറൽ ക്വസ്റ്റ്യൻസ്. ഇത് വീണ്ടും നിങ്ങൾക്ക് ഡൗട്ട് അടിക്കുന്നുണ്ട്. ഇത് മൗഖിക പ്രശ്നം. ഓറൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് പാഠഭാഗം വായിച്ചതിന് ശേഷം വരിക, അതിനുശേഷം മിസ് ക്ലാസ്സിൽ ചോദിക്കും, നിങ്ങൾ ഭാഗത്ത് ആൻസർ പറയുക. ഇതാണ് ഓറൽ ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടതില്ല. ഇത് ഈ ക്വസ്റ്റ്യൻസ് വരിക എപ്പോഴാണെന്ന് വെച്ചാൽ ഗൂഗിൾ ഫോമിൽ എക്സാം നടക്കുന്ന സമയത്ത് 1 വേർഡ് വരുന്നത് ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും. അല്ലാതെ എഴുത്ത് പരീക്ഷയ്ക്ക് ഇത് വരാറില്ല. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യണം? ഇത് മനസ്സിലാക്കി വെക്കണം, പഠിച്ചു വെക്കണം. പാഠം വായിക്കുക, ഈ ക്വസ്റ്റ്യൻ ആൻസറും പഠിച്ചു വെക്കുക. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഇനി വീണ്ടും 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 ഓറൽ ക്വസ്റ്റ്യൻസ് എഴുതണോ? ഇതിലേതാ എഴുതേണ്ടതെന്നുള്ള ഡൗട്ട് വരുമോ? ഇല്ല. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, प्रश्नों के उत्तर बताओ, आंसर द क्वेश्चन. കണ്ടോ, പ്രശ്നോं के उत्तर बताओ. बताओ എന്ന് പറയുമ്പോൾ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ക്വസ്റ്റ്യന്റെ ആൻസർ പറയുവിൻ. ആൻസർ ദി ക്വസ്റ്റ്യൻ. നാനാജി കോ ക്യാ ഷൗക്ക് താ. എന്തായിരുന്നു ആ ഗ്രാൻഡ് അതായത് മുത്തശ്ശന്റെ എന്താണ് വിനോദം എന്തായിരുന്നു? ഹോബി? पेड़ लगाना, അല്ലേ? മരങ്ങള് पेड़ लगाना. വെരി ഗുഡ്. യെസ്. नानाजी ने लोगों को मैदान में जमा होने के लिए क्यों कहा? മുത്തശ്ശൻ അവിടെയുള്ള പ്രദേശത്തെ ആൾക്കാരെയൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു മീറ്റിംഗ് വെച്ചല്ലോ. എന്താ അവിടുന്ന് പറഞ്ഞത് മുത്തശ്ശൻ? മുത്തശ്ശൻ അവരോട് എന്താ പറഞ്ഞത്? അവർക്ക് എന്തോ ഒരു ഇത് കൊടുത്തില്ലേ? ഗ്രേസ്, പ്ലീസ് ലിസൺ. ആരാ നിന്റെ അടുത്തുള്ളത്? ഒന്ന് അങ്ങോട്ട് വീഡിയോ കാണിച്ചേ. ഗ്രേസിന്റെ അടുത്ത് ആരാ ഉള്ളത്? മുഹമ്മദ്, ഒരു മിനിറ്റ്. മുഹമ്മദ് 1 മിനിറ്റ്. മുഹമ്മദ് 1 മിനിറ്റ്. ഗ്രേസേ, ആരാ അടുത്തുള്ളത്? പറഞ്ഞേ പറ്റൂ. ആരാ നിന്റെ കൂടെ? പിന്നെ അങ്ങോട്ട് നോക്കിയാണ്.
ആരൊക്കെ പറയണ്ടേ? ഗ്രേസിനോടാണ് ഞാൻ ചോദിച്ചത്. ഗ്രേസിന്റെ അടുത്തുള്ള ആരോ ഉണ്ട് അവിടെ. എന്താണ് ഞാൻ ഇവിടുന്ന് പറയുമ്പോ അവര് സംസാരിക്കുകയാണ് അവിടെ. ആരെ അടുത്ത് നിൽക്കാൻ പറഞ്ഞ ആരും ഇല്ല. തനിച്ചിങ്ങനെ വർത്തമാനം പറയാണോ? ക്ലാസ്സിലാന്ന് പറയുന്നതാ ഗ്രേസ്. ആൻസർ ടെൽ മീ. ഗ്രേസ് എന്താ പറഞ്ഞത്? ഇനി ക്ലാസ് എടുക്കുന്നതിന് സംസാരിക്കല്ലേ. ആരുണ്ടെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവരോട് കുറച്ച് മാറി നിൽക്കാൻ വേണ്ടി പറ. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ് ആ ഗ്രൗണ്ടിൽ വിളിച്ചു ചേർത്തപ്പോഴേ മുത്തശ്ശന അവരോട് പറഞ്ഞത് എന്താ? മീറ്റിംഗിൽ വെച്ച് പറഞ്ഞു കൊടുത്തത്? മുഹമ്മദ് കെ വീഡിയോ ഓൺ ചെയ്തേ. എന്താ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എല്ലാവരും മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം, കൂടുതലായിട്ട് വെച്ച് പിടിപ്പിക്കണം. പിന്നെയോ മരങ്ങൾ ആരും മുറിച്ചു കളയരുത്, നമുക്ക് പിന്നീട് ശ്വസിക്കാനുള്ള ഓക്സിജൻ ഒന്നും ലഭിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? മരങ്ങളെ സംരക്ഷിക്കുന്നു കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. പേട് ഹമാരെ ലിയേ കിസ് പ്രകാർ ലാഭദായക് ഹൈ. നമുക്ക് മരങ്ങളെ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട്? നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട് മരങ്ങളെ കൊണ്ട്? ചെടികളും മരങ്ങളും നമുക്ക് ഓക്സിജൻ തരുന്നുണ്ട്. പിന്നെ മഴ തരുന്നുണ്ട്. മഴ പെയ്യണമെങ്കിൽ മരങ്ങൾ ആവശ്യമാണ്. പിന്നെ നമുക്ക് പിന്നെ തണൽ നൽകുന്നുണ്ട്, നല്ല കുളിർമയുള്ള തണൽ നൽകുന്നുണ്ട്. പിന്നെ പിന്നെ ശുദ്ധവായു തരുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് പഴങ്ങളായിട്ടും അല്ലെ നമുക്ക് ഭക്ഷിക്കാനുള്ള സാധനങ്ങൾ ലഭിക്കുന്നുണ്ട്, മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഫർണിച്ചർ സാധനങ്ങൾ ഉപയോഗിക്കുന്നു, വിറകായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. മരങ്ങളെ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ. നെക്സ്റ്റ് പേജ് നമ്പർ 16. ലിഖിത് പ്രശ്ന. ഇതാണ് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത്. റിട്ടേൺ ക്വസ്റ്റ്യൻസ്. പ്രശ്നോക്കെ ഉത്തർ ലിഖോ. നാനാജി ദുഃഖി ഹോം ജാതേ ഥേ. നാനാജി ദുഃഖി ക്യോ ഹോ ജാതേ ഥേ. എന്തിനാണ് നാനാജി വിഷമിച്ചത്? നാനാജി വിഷമിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? മരങ്ങൾ മുറിച്ചു മാറ്റണം അല്ലെ. പേടോക്കോ കട്ടുത്താ ദേക്ക്. മിസ് ഇതിന്റെ ഇത് ഫോട്ടോ എടുത്തിട്ട് അയച്ചാ പോരെ? ഇപ്പൊ തന്നെ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ നോക്കിയാ മാർക്ക് ചെയ്തിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതണേ. നിങ്ങളിപ്പോ മാർക്ക് ചെയ്യണ്ട. പേടോക്കോ കട്ടുതാ ദേക്ക് കർ വേ ബഹുത് ദുഃഖി ഹോ ജാതേ ഥേ. മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് കണ്ടിട്ടാണ് മുത്തശ്ശൻ വിഷമിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. പേട് പൗധേ ഹമേ കിസ് പ്രകാർ സുരക്ഷ പ്രദാൻ കർത്തേ ഹൈ. മരങ്ങളും ചെടികളും നമുക്ക് ഏത് തരത്തിലുള്ള സുരക്ഷയാണ് നമുക്ക് നൽകുന്നത്? पर्यावरण का संतुलन बिगड़ जाएगा और सांस लेना पाना भी कठिन हो जाएगा. നമ്മുടെ പരിസ്ഥിതി, അതായത് മരങ്ങളില്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതി തന്നെ സന്തുലിതാവസ്ഥ തന്നെ നശിക്കുന്നു. പിന്നെ അതുപോലെ നമുക്ക് ശ്വസിക്കാനുള്ള ശുദ്ധവായു ലഭിക്കാതെയാവുന്നു അല്ലേ. इस पाठ में अमूल्य धरोहर किसे कहा गया है और क्यों? ഈ പാഠഭാഗത്തിൽ നമുക്ക് വിലമതിക്കാനാവാത്ത ധരോഹർ എന്ന് പറഞ്ഞത് ഏതിനെയാണ്, എന്തുകൊണ്ട്? വൃക്ഷ ജീവൻ കി അൻമോൾ ധരോഹർ. വൃക്ഷ ജീവൻ കി അൻമോൾ, അതായത് വൃക്ഷങ്ങളാണ് നമുക്ക് ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യമുള്ളത്. ये कार्बन डाइऑक्साइड को ग्रहण करके हमें प्राणवायु ഓക്സിജൻ देते हैं. എന്തുകൊണ്ട് അങ്ങനെ പറയാനുള്ള കാരണം? നമ്മൾ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അവർ വലിച്ചെടുത്ത് അവർ നമുക്ക് വേണ്ടുന്ന ഓക്സിജൻ നമുക്ക് തരുന്നു. ഇതുകൊണ്ടാണ് അമൂല്യമായ ധരോഹർ ആണെന്ന് വൃക്ഷങ്ങൾ എന്ന് പറയാനുള്ള കാരണം. क्वेश्चन नंबर 4. नानाजी ने ऐसा क्यों कहा कि पेड़ों को काटकर हम अपने ही पैरों पर कुल्हाड़ी मार रहे हैं? എന്തുകൊണ്ടാണ് മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞത്? എന്ത്? ഗ്രേസ് വീഡിയോ ഓൺ ചെയ്തേ. ഇടക്കിടക്ക് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല കേട്ടോ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് ക്ലാസ് കഴിയുന്നവരെ ഇരുന്നോളാം. പിന്നെ എന്താണ് മുത്തശ്ശൻ അങ്ങനെ പറയാനുള്ള കാരണം? എന്ത്? അതായത് മഴ എടുത്ത് അവരവരുടെ കാലിൽ തന്നെ കൊണ്ടിടാൻ പാടില്ല. എന്താണ് അങ്ങനെ പറഞ്ഞാലുള്ള മീനിങ്?
മരങ്ങൾ മുറിക്കാൻ പാടില്ല. प्रदूषण यदि इसी प्रकार बढ़ता रहा तो हमारे विनाश का कारण हो सकता है. അതായത് മലിനമാകുന്നു, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നു. അപ്പൊ ഇത് വർദ്ധിക്കുമ്പോൾ നമുക്ക് തന്നെ ആപത്ത് സംഭവിക്കുന്നു. അതുകൊണ്ടാണ് മഴുവെടുത്ത് കാലിലിടരുതെന്ന് പറയാനുള്ള കാരണം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, पर्यावरण को बचाने में आप अपना सहयोग कैसे दे सकते हैं? अपना विचार लिखो. നിങ്ങൾ നിങ്ങളുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി, രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? ഒന്നും ചെയ്യില്ലേ? മരങ്ങൾ നട്ടുപിടിപ്പിക്കും. मिस എന്തെന്നറിയോ? अधिक से अधिक पेड़ लगाकर हम कितनी जल्दी पर्यावरण को शुद्ध बनाने में सहयोग दे सकते हैं? കൂടുതലധികം മരങ്ങൾ നമ്മൾ വെച്ച് പിടിപ്പിക്കുകയും അതിലൂടെ എന്ത് ചെയ്യുന്ന നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അതായത് അങ്ങനെ ഒരു സഹകരണമാണ് ഞാൻ ചെയ്യുക. നിങ്ങളും അങ്ങനെ ചെയ്യില്ലേ? എല്ലാവരും മരങ്ങൾ വെച്ച് പിടിപ്പിക്കില്ലേ? ഓക്കെ. അപ്പൊ 5 ക്വസ്റ്റിനും അതിന്റെ ആൻസറും കഴിഞ്ഞു. മിസ് ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഗ്രൂപ്പിൽ അയക്കും. ഒരു തവണ മിസ് ഗ്രൂപ്പിൽ അയക്കുമല്ലോ. വീണ്ടും 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 അടുത്ത മാസം ആ പാട്ടിന് നോട്ട്, ഈ പാട്ടിന് നോട്ട് എന്നോട് ചോദിക്കരുത്. എനിക്ക് ആ കാര്യത്തിലാണ് ദേഷ്യം വരുന്നത്. കാരണം ഞാൻ കൃത്യമായി ഓരോ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ക്ലാസ് ഗ്രൂപ്പിൽ അയക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ, എന്തൊക്കെ എഴുതേണ്ടതില്ല, വോയിസ് റെക്കോർഡ് എല്ലാം അയക്കുന്നുണ്ട്. പിന്നെയും കുറച്ചാണ് കഴിയുമ്പോ ആ 3-ാം പാഠത്തിന്റെ 1-ാമത്തെ ഉത്തരം കിട്ടിയിട്ടില്ല, എനിക്ക് അതൊന്നും പാടില്ല. ഇന്ന് കിട്ടിയില്ലെങ്കിൽ ഇന്ന് തന്നെ ചോദിച്ചോ കേട്ടോ. ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ ഒരു പതിവ് ശീലമാക്കരുത്. എഴുതാതെ വെച്ചിട്ട് കുറെ നാൾ കഴിയുമ്പോൾ ഫോണിൽ അതെല്ലാം സ്റ്റോർ ചെയ്ത് അവര് ഡിലീറ്റ് ആയി കളയും. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ നോട്ട് ഈ നോട്ട് എന്ന് പറഞ്ഞിട്ട് കരയുന്ന ഒരു അവസ്ഥ വരുന്നത്. ഓക്കെ. ഏബൽ ബിനോയ്, വൈ ആർ യു ലേറ്റ്? തോന്നിയ ക്ലാസ് കയറുന്ന ഏബൽ ബിനോയ് ആർക്ക് ചോദിച്ചിട്ട് ഇപ്പൊ ക്ലാസ് കയറിയിരുന്നേ? മിസ് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു, മൊബൈൽ മാറ്റിയതാ, അപ്പം കിട്ടിയതാ. എല്ലാവർക്കും അതൊരു കാരണം പറയാലോ അല്ലെ. ഉറങ്ങിപ്പോയാൽ, ഞാൻ രാവിലെ തന്നെ ഇന്നൊരു ക്ലാസ്സിൽ ഞാൻ ഒരു കുട്ടിയെ അങ്ങനെ പിടിച്ചു. എന്നോട് മോത്തോക്കി പറഞ്ഞു അന്ന് നെറ്റിന്റെ ഇഷ്യൂ കാരണം കയറാൻ പറ്റിയില്ല, അതുകൊണ്ട് ലേറ്റ് ആയി. ഞാൻ മോത്തോക്കി ചോദിച്ചു, നീ ഉറങ്ങിപ്പോയതല്ലേ സത്യാവസ്ഥ? അന്നേരം പറഞ്ഞു, മിസ്സേ ഞാൻ ഉറങ്ങിപ്പോയത് തന്നെ. അപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു തന്ത്രങ്ങൾ ഉണ്ട്. ഞാൻ അങ്ങനെ ഏബൽ ബിനോയിനെ മാത്രം പറഞ്ഞതല്ല, പൊതുവേ എല്ലാവരുടെയും സ്വഭാവത്തില്. അതായത് ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടാ എനിക്ക് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ എന്ന് പറയാം, അങ്ങനെ ഒരു ധാരണ വേണ്ട. കൃത്യമായിട്ട് മറന്നുപോയി മറന്നുപോയി. സൗണ്ട് ക്ലിയർ അല്ല. അപ്പോ എന്താണ്, കൃത്യമായിട്ട് ക്ലാസ് കൃത്യമായി ടൈം ടേബിൾ അനുസരിച്ച് ക്ലാസ്സിൽ കയറാൻ ശ്രമിക്കുക. അതായത് തോന്നുമ്പോ ഇടയ്ക്ക് കയറിയിട്ട് ഇങ്ങനെ മിണ്ടാതെ വന്നിട്ട് ഇങ്ങനെ പതുങ്ങി അവിടെ ഇരിക്കുന്ന ഒരു അവസ്ഥ വരരുത്. നമ്മളിപ്പോ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ, സ്കൂളിൽ നിന്നാണെങ്കിൽ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ഇങ്ങനെ ക്ലാസ് കയറി ഇരിക്കാൻ പറ്റുമോ? മേ കമ്മിങ് സർ ചോദിക്കും അല്ലെ, മേ കമ്മിങ് ടീച്ചർ അല്ലേ, ക്ലാസ് കയറുന്നതിന് മുന്നേ ചോദിക്കൂലേ? ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അതൊരു ഭാഗ്യം. തോന്നുമ്പോ ഇടയ്ക്ക് കയറി വരാം, അല്ലെ ഇതിനെ ഇഷ്ടമുള്ള സമയത്ത് കയറി വരാം, അത് നടക്കൂല. അപ്പൊ നോക്ക് നെക്സ്റ്റ് പേജ് നമ്പർ 16, 3-ാമത് ഉചിത വികൽപ് പർ സഫീക നിശാൻ ലഗാവോ. ലേറ്റ് ആയിട്ട് കയറിയവർ നിർബന്ധമായും യൂട്യൂബ് ക്ലാസ് കാണണം. ബാക്കി ഇതിന് മുന്നേ പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം. ശരിയായ ആൻസറിന് ടിക്ക് ഇടുക. ലേഖകന്റെ നാനാ നാനി കാ ഘർ കഹാം ഥാ. ഈ ലേഖകന്റെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും വീട് എവിടെയായിരുന്നു? അത് അവിടെ ടിക്ക് ഉണ്ട് അല്ലേ? ജൗൻപൂർ മേ. पर्यावरण में किसका अभाव हो गया है? ഇപ്പൊ തന്നെ ടിക്കറ്റ് വെച്ചോ. पर्यावरण में किसका अभाव हो गया है? ഏതിന്റെ അഭാവമാണ് നമ്മുടെ വായുവിൽ, അന്തരീക്ഷത്തിലുള്ളത്? ഇപ്പോ ശുദ്ധവായുക്ക അല്ലെ, ശുദ്ധവായുക്ക. 3-ാമത്തെ ആൻസർ ടിക്കിടുക. हमारे जीवन की अमूल्य धरोहर क्या है? നമ്മുടെ ജീവിതത്തില് അമൂല്യമായ എന്തായിരുന്നു? पेड़ पौधे. फर्स्ट आंसर टिक पेड़ पौधे. पर्यावरण संरक्षण का एकमात्र उपाय क्या है? पर्यावरण നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി ഏക ഉപായം എന്താണ്? മരങ്ങൾ മുറിച്ചു കളയലാണോ, വൃക്ഷങ്ങൾ നടുകയാണോ, ജലം സംരക്ഷിക്കുകയാണോ? വൃക്ഷങ്ങൾ നടുക.
അപ്പൊ അതിന്റെ രണ്ടാമത്തെ വേർഡ് വൃക്ഷാരോപൺ. വൃക്ഷാരോപൺ. രണ്ടാമത്തെ ആൻസർ ടിക്ക് ഇടുക. ഓക്കെ, നെക്സ്റ്റ് വാക്യ പഠിക്കർ ഹാം യാ നഹീമേ മുത്തർ ലിഖോ. ഞാൻ താഴെ പറഞ്ഞ സെന്റൻസ് പറയും, ശരിയാണെങ്കിൽ ഹാം എഴുതണം, തെറ്റാണെങ്കിൽ നഹീം എഴുതണം. ഫസ്റ്റ് നഹീം അവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. പേട് പൗധോക്കെ ബിനാ ഹമാര ജീവൻ സംഭവ ഹെ. മരങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. ശരിയോ തെറ്റോ? അത് തെറ്റാണല്ലേ. നഹി, അത് അവിടെ ഉണ്ട്. രണ്ടാമത്തെ ആൻസർ നോക്കുക. വൃക്ഷ ഭൂമിക്കോ ഉപജാവു ബനാനെ മേ സഹായത കർത്തേ ഹെ. വൃക്ഷങ്ങളെ ഭൂമിയിൽ വിളവുകൾ തരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ശരി, ഹാം എഴുതുക. ഹാം. ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. വൃക്ഷങ്ങളെ ഭൂമിയിലായത് നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങളായി തരാൻ വേണ്ടി നമ്മളെ ഭൂമിയിലുള്ളവർക്ക് സഹായകമാകുന്നുണ്ടെന്ന്. ശരിയല്ലേ? ഓക്കെ. തേർഡ്, നാനാജി ഘർ സേ തോടി ദൂരി പർ ആം കാ പൗധ ലഗാ രഹേ थे. മുത്തശ്ശൻ വീടിന്റെ ദൂരെ ഒരു മാവിന്റെ മരമായിരുന്നു നട്ടത്. ശരിയോ തെറ്റോ? നഹി. ഏത് മരം നട്ടെന്ന് ഓർമ്മയുണ്ടോ മക്കളെ? നീം ട്രീ. ഓക്കെ, വെരി ഗുഡ്. എല്ലാരും വായിക്കുന്നുണ്ടല്ലേ, നല്ല മക്കളാണ്. നീം, വേപ്പിന്റെ മരമായിരുന്നു നട്ടത്. നഹീൻ അവിടെ എഴുതാം. ഫോർത്ത്, സാംസ് ലേനെ കെ ലിയെ കാർബൺ ഡൈ ഓക്സൈഡ് की आवश्यकता होती है. നമുക്ക് ശ്വസിക്കാൻ വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? ഓക്സിജൻ ആണ്. അപ്പൊ നഹീം. നെക്സ്റ്റ്, വായുമണ്ഡൽ മേ പ്രാണവായു കം ഹോത്തി ജാ രഹി ഹെ. നമ്മുടെ വായുമണ്ഡലത്തില് അന്തരീക്ഷത്തില് ഇപ്പൊ ശുദ്ധവായു കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ശരിയോ തെറ്റോ? ശരിയാണല്ലേ. ഇന്നത്തെ പരിസ്ഥിതി മലിനീകരണവും അങ്ങനെ പല പ്രശ്നങ്ങൾ, മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് കൊണ്ടും നമ്മുടെ അന്തരീക്ഷത്തിൽ എന്താണ് ഇപ്പോ ശുദ്ധവായു കുറഞ്ഞു വരികയാണ്. നെക്സ്റ്റ്, വിലോമ ശബ്ദ ലിഖോ. റൈറ്റ് ഓപ്പോസിറ്റ് വേർഡ്സ്. ഉപജാവു, ശുദ്ധ, സന്തുലൻ, നിയന്ത്രിത, സുരക്ഷ, ഹിത. ഇതിന്റെ മീനിങ്, ഓപ്പോസിറ്റ് വേർഡ് ഞാൻ അവിടെ എഴുതി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയച്ചു. നിങ്ങൾ അത് നോക്കിയത്, അല്ലാതെ ഞാൻ മിസ് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ തെറ്റ് എഴുതി വെക്കരുത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോ, പേജ് നമ്പർ 17. संज्ञा शब्द के स्थान पर प्रयोग किए जाने वाले शब्दों को सर्वनाम कहते हैं. നമ്മള് നാമത്തിന് പകരം ചേർക്കുന്ന, നൗണിന് പകരം ചേർക്കുന്ന ശബ്ദമാണ് സർവനാമം. നമ്മൾ മുമ്പേ ടെക്സ്റ്റ് ഇല്ലാത്ത സമയത്ത് ഇതെല്ലാം പഠിച്ചു. ടെക്സ്റ്റ് കിട്ടാൻ ലേറ്റ് ആയ സമയത്ത് പഠിച്ചില്ലേ ഹിന്ദിയിലെ സർവനാമങ്ങൾ ഏതൊക്കെയാണ്? മേം, തും, ഹം ഒക്കെ. അപ്പോ ജൈസെ നാനാജി ने नीम को पेड़ लगाया, वे रोज पौधों को पानी देते हैं. നാനാജി മരം വെച്ച് പിടിപ്പിച്ചു, അദ്ദേഹം റോസ് പൗധോങ്കോ എല്ലാ ദിവസവും ചെടികൾക്ക് വെള്ളം നൽകുന്നു. യഹാം നാനാജി സപ്ന और वे സർവനാം ശബ്ദം. ഈ സെന്റൻസിലെ രണ്ട് സെന്റൻസിലെ ഫസ്റ്റ് സെന്റൻസിലെ നാനാജി സപ്നയും നൗണും, സെക്കൻഡ് സെന്റൻസിലെ വേ സർവനാമവുമാണ്. അത് മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇനി അടുത്ത ഫില്ല് ചെയ്യേണ്ടത് ഉചിതമായ സർവനാമം ചേർത്ത് ഫില്ല് ചെയ്യണം. ഫസ്റ്റ്, ഡേഷ് ഘർ കെ ബാഹർ നീം കാ പേട് ലഗായ. അതവിടെ ആൻസർ ഉണ്ട്. ഉനോംനെ, അദ്ദേഹം വീടിന്റെ എന്താണ് പുറത്ത് നീം ട്രീ അല്ലെ വെച്ച് പിടിപ്പിച്ചു, വേപ്പിൻ മരം വെച്ച് പിടിപ്പിച്ചു. സെക്കൻഡ് വൺ, ഡേഷ് നാന നാനി കെ ഘർ പഹൂഞ്ച് ഗയേ. ഹം, ഞങ്ങൾ. ഗയേന്ന് വരുമ്പോ ഒന്നിൽ കൂടുതൽ ആളുണ്ട്, ഒരാളാവൂല. ഹം, ആൻസർ എന്താണ്? ഹം, ഞങ്ങൾ. ഹം, ഞങ്ങൾ. എഴുതിയോ? എഴുതിയോ?
യെസ് മിസ്. ഒന്നും കൂടി പറയോ? ഹം. രണ്ടാമത്തെ ഹം. ഹം नानी के घर पहुंच गए. മിസ് അതിന്റെ മീനിങ് എന്താ? ഞങ്ങൾ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും വീട്ടിലെത്തിച്ചേർന്നു. ക്ലിയർ ആയോ? യെസ് മിസ്. നെക്സ്റ്റ് डैश पेड़ पौधों के बारे में जानकारी देते थे. डैश അവിടെ എന്താ വരിക? മിസ് ഇതൊന്ന് പാട്ട് ചേർന്നേ. ആ ഗ്രൂപ്പിൽ അയച്ചത്. ഓക്കെ. വേ എന്താണ് അവിടെ ആൻസർ? വേ. വേ അദ്ദേഹം, അവർ. पेड़ पौधों के बारे में जानकारी देते थे. नेक्स्ट पेड़ लगाकर डैश अपना कर्तव्य अवश्य पूरा करूंगी. मैम वाइकर मैम. അപ്പൊ അത് കംപ്ലീറ്റ് ആയല്ലോ സർവനാമങ്ങള്. नेक्स्ट योजक का अर्थ है जोड़ने वाला. नेक्स्ट നോക്ക്. യോജക എന്നതിന്റെ അർത്ഥം എന്താണ്? ജോഡ്നെ വാല, യോജിപ്പിച്ച് നിർത്തുക അല്ലെങ്കിൽ കെട്ടി നിർത്തുക. അതിനെയാണ് നമ്മൾ യോജക ശബ്ദം എന്ന് പറഞ്ഞത്. യോജകം എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുക. ഒരു മാല പൊട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യുവനെ? കൂട്ടിക്കെട്ടിന് യോജിപ്പിക്കും അല്ലേ? അങ്ങനെയല്ലടാ. ആ എന്തെങ്കിലും പൊട്ടിപ്പോയി നമ്മൾ എന്ത് ചെയ്യാന്? സെലോട്ടപ്പ് എന്തെങ്കിലും ഉപയോഗിച്ച് അതിനെ നമ്മൾ കൂട്ടി വെക്കുക. അത് നമ്മൾ എന്താ പറയാ? യോജിപ്പിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ യോജിപ്പത്തിൽ നിർത്താൻ വേണ്ടി ഹിന്ദിയിൽ അതുപോലെ ചില വാക്കുകളുടെ ഇടയിൽ ഒരു ഹൈഫൺ ഇടാറുണ്ട്. जोड़ने वाला दो शब्दों के बीच और शब्द के स्थान पर योजक चिन्ह लगाया जाता है. और എന്നുള്ളതിന് പകരം ഒരു യോജിപ്പിച്ച് നിർത്താൻ വേണ്ടി ഒരു ഹൈഫൺ, ഒരു ചെറിയൊരു വരയിടും. जैसे माता और पिता, माता पिता. आगे और पीछे, आगे पीछे. ഉണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യോജക ചിഹ്ന के 4 ഉദാഹരണം പാഠ से चुनकर लिखो. പാഠഭാഗത്തിൽ നിന്ന് ഇങ്ങനെ ഹൈഫൺ ഉള്ള, ഇങ്ങനെ ഹൈഫൺ വരുന്ന വാക്കാണ് യോജക ശബ്ദം, യോജിപ്പിച്ച് നിർത്തിയ ശബ്ദം. ഞാനാ ഞാനി. നാനാ നാനി ഉണ്ട്. पेड़ पौधे, पेड़ पौधे ഉണ്ട്. आसपास फल फूल, फल फूल. नई नई, नई नई കുറേ अधिक. पेड़ो जंगलो. अधिक से कार्बन डाइऑक्साइड. അങ്ങനെ ഒരു 4 എണ്ണം ഇഷ്ടമുള്ള 4 എണ്ണം. जीवजगत. ഓക്കേ. ജീവജഗത്ത്. ഓക്കേ. आदिक से आदिक. ഓക്കേ. പശുവും പക്ഷിയും. മതി 4 എണ്ണേ വേണ്ടു. ഓക്കേ. नेक्स्ट 4 നോക്ക്. वे शब्दांश जो शब्द के अंत में जुड़कर शब्द के अर्थ में विशेषता उत्पन्न करते हैं प्रतीक कहलाते हैं. ചില വാക്കുകളുടെ മുന്നിൽ ചില അക്ഷരങ്ങൾ ചേർത്താല് അതിനെ എന്താ പറയണ്ടേ? ആ വേർഡിന് വ്യത്യാസം വരും, മീനിങ്ങിന് വ്യത്യാസം വരും. ചില വാക്കിന്റെ ഒന്നിച്ച് ചില അക്ഷരങ്ങൾ ചേർത്ത് കഴിഞ്ഞാല്, മുന്നിലോ പിറകിലായിട്ട് ചേർത്ത് കഴിഞ്ഞാല് അതില് എന്ത് ചെയ്യും? ചില വ്യത്യാസങ്ങൾ വരും. ഇപ്പൊ ഉദാഹരണം, ജൈസെ മിത്ര പ്ലസ് ത. മിത്ര എന്ന കൂട്ടുകാരനല്ലേ അർത്ഥം? നമ്മളെ ഫ്രണ്ട് മിത്ര. അതിനോട് കൂടി താ ചേർക്കുമ്പോ എന്തായി മാറും? മിത്രത, സുഹൃത്ത് ബന്ധം. ജാൻ പ്ലസ് കാ ജാൻകാർ. ശോഭ പ്ലസ് ഇത് ശോഭിത് ആദി. അതുപോലെ താഴെയുള്ളവ പ്ലസ് ചേർത്ത് നിങ്ങൾ അത് കൂട്ടി എഴുതണം. അത് കൂട്ടി എഴുതുമ്പോ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത് തന്നെ കൂട്ടി അങ്ങ് എഴുതിയാൽ മതി, വേറെ ഒന്നും പ്രശ്നം വരില്ല. ശീതൾ പ്ലസ് ശീതളത. മനസ്സിലായോ? പ്രസന്ന പ്ലസ് ദ പ്രസന്നത. ശുദ്ധ പ്ലസ് ദ ശുദ്ധത. സുരക്ഷ പ്ലസ് ഇത് സുരക്ഷിത്. ജീവ് പ്ലസ് ഇത് ജീവിത്.
മനസ്സിലായോ എങ്ങനെയാത്? ക്രോധ് പ്ലസ് ഇത് ക്രോധിത്. മനസ്സിലായോ? ശീതൾ പ്ലസ് ത ശീതളത, പ്രസന്ന പ്ലസ് ത പ്രസന്നത, ശുദ്ധ പ്ലസ് ത ശുദ്ധത, സുരക്ഷ പ്ലസ് ഇത് സുരക്ഷിത്, ജീവ് പ്ലസ് ഇത് ജീവിത്, ക്രോധ പ്ലസ് ഇത് ക്രോധിത്. ഇത്രയുമാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ വർക്കുകൾ. അപ്പൊ ഞാൻ ഇന്ന് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് അത് അയച്ചു തരും. നിങ്ങൾ ഇന്ന് തന്നെ 5 മണിക്കുള്ളിൽ ഓരോരുത്തരും ഞാൻ വിടൂല. ഇന്ന് അയച്ചു തരാത്ത ഒരാളും ഞാൻ വിടൂല. ഈ പാഠത്തിന്റെ മൂന്നാമത്തത് 2 എണ്ണം അയച്ചവർക്ക് മൂന്നാമത്തത് അയച്ചാൽ മതി. പക്ഷെ ഇതുവരെ അയക്കാത്തവര് 3 എണ്ണം അയച്ചു തരണം. മനസ്സിലായടാ? 3 എണ്ണം അയച്ചു തരാത്തവരുണ്ട് ഈ ക്ലാസ്സിൽ. അപ്പൊ അവരെന്താണ് 3 എണ്ണം അയച്ചു തരണം. എല്ലാത്തവരും മൂന്നാമത്തെ പാഠം മാത്രം സ്ഥിരമായിട്ട് അയക്കുന്നവര് മൂന്നാമത്തെ പാഠവും അതിന്റെ കൂടെ നോട്ടും ടെക്സ്റ്റും കോപ്പിറൈറ്റിങ്ങും അയച്ചാൽ മതി. അപ്പോ ഇത്രയുമാണ് അതിലെ വർക്കുകൾ. ഞാനിപ്പോ ക്ലാസ് കഴിഞ്ഞ ഉടനെ അയച്ചത്. നിങ്ങൾ ഇന്ന് തന്നെ ഗ്രൂപ്പിൽ നോക്കുക, എഴുതെടുക്കുക. അല്ലാണ്ട് 1 മാസം കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ചോദിക്കാൻ ഇടവരുത്തരുത്. ഓക്കെ? ക്വസ്റ്റ്യൻ ആൻസർ അടയാളപ്പെടുത്തിയതും മിസ് പോസ്റ്റ് ചെയ്യും. അത് നിങ്ങളെ നോക്കിയിട്ട് റെഡിയാക്കി വെക്കുക കേട്ടോ. കോപ്പിയിൽ എഴുതണ്ടേ? മിസ് അത് കഴിഞ്ഞിട്ടുള്ളതൊന്നും വേണ്ടല്ലോ. ഈ 4th ഇപ്പൊ പറഞ്ഞതും കൂടെ കഴിഞ്ഞതൊന്നും വേണ്ടല്ലോ ഇനി. എങ്ങനെ? അത് കഴിഞ്ഞ് രചനാത്മക ഇനിയില്ല ബ്ലൂ കളറിലാ. അത് നിങ്ങൾക്ക് A4 ഷീറ്റിൽ എക്സ്ട്രാ വർക്ക് സ്കൂളിലെ സമയത്ത് തരേണ്ടതാണ്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ എഴുതി വെച്ചോ. എന്ന് വെച്ചാൽ അപ്പനെ മോഹനിലേക്ക് ലോകോങ്കോ അധിക സെ അധിക പേര് ലഗാനേക്ക് കൈസെ പ്രോത്സാഹിപ്പിക്കും. നിങ്ങൾ നിങ്ങളുടെ നാട്ടില് ഒരുപാട് മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് എഴുതി വെക്കാൻ. പിന്നെ അതുപോലെ अपने मित्र के साथ नीम और आम का काल्पनिक पेड़ बनकर पेड़ों के दुख को अपने द्वारा प्रस्तुत करें. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടും ഒരാള് പിന്നെ വേപ്പ് മരാവണം, ഒരാള് മാവാവണം. എന്നിട്ട് നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ ദുഃഖങ്ങൾ പറഞ്ഞ രീതിയിൽ ഒരു എന്താ പറയണ്ടേ, ഒരു സംഭാഷണ രീതിയിലുള്ള ഒരിത് അഭിനയിച്ചിട്ട് വീഡിയോ ഇടാൻ. ഇപ്പൊ വീഡിയോ ഇടാനല്ലേ പറ്റൂ. നിങ്ങൾ അടുത്തടുത്തുള്ളവർ ആരെങ്കിലും ഉണ്ടോ? വീടിന്റെ അടുത്തുള്ളവർ, തൊട്ടടുത്തടുത്ത് നിങ്ങൾ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരുണ്ടോ? ഈ ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ തൊട്ടടുത്തടുത്തായി താമസിക്കുന്നത്?